ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ള ഒരു ജംപ് സ്യൂട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഡി പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബോഡി പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുണി ആദ്യം ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെ വീണ്ടും ഒന്നുകൂടെ സെൻറ്റർ മടക്കിയിട്ട് നാലാക്കി വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ആദ്യം ഇവിടെ ഇതിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 12 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്. എക്സ്ട്രാ ഉള്ള പോർഷനെ കട്ട് ചെയ്ത് മാറ്റാണ്. ഇനി ഇതിൻ്റെ ഷോൾഡർ ആം ഹോളൊക്കെ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അത് ഞാനിവിടെ 5 ഇഞ്ചാണ് ഷോൾഡറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതുപോലെ ആം ഹോളും മാർക്ക് ചെയ്യുന്നത് 5 ഇഞ്ചിൽ തന്നെയാണ്. 2 പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് ഞാനിവിടെ 6 ഇഞ്ചാണ് ചെസ്റ്റ് കൊടുക്കുന്നത്. 6.5 ഇഞ്ചാണ് ചെസ്റ്റ് കൊടുക്കുന്നത്. അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ വരച്ചു കൊടുക്കുക. ഇനി തൊട്ട് താഴെയായിട്ട് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ പോർഷനിൽ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോഡി പീസിൻ്റെ മെഷർമെൻറ്റുകൾ വരുന്നത്. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിന് നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 2.5 ആണ്. 2.5 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. 2.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇതിൽ നമ്മൾ സ്ട്രാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം 2.5 ഇഞ്ച് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ഇനി നമ്മളത് സ്ട്രാപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊക്കെ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയാണ് ബോഡി പീസിൻ്റെ കട്ടിങ് വരുന്നത്. നമുക്ക് 2 പീസ് ബാക്കിലേക്കുള്ളതും ഫ്രണ്ടിലേക്കുള്ളതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ബോട്ടം പീസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ബോട്ടം പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം തുണി തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2ആക്കി മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് 4ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പീസ് വെച്ചിട്ട് ഇതിൻ്റെ വേസ്റ്റിൻ്റെ പോർഷൻ ഒന്ന് അതേ അളവിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഈ പോയിന്റിൽ നിന്ന് ക്രോച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 1.5 ഇഞ്ചിൽ ക്രോച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് കർവ് വരച്ചു കൊടുക്കുക. ഇനി താഴത്ത് ഞാൻ അതേ അളവിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ നിന്ന് ലൈന് വരച്ചതിന് ശേഷം ഈ ഒരു പോർഷന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ബോട്ടം പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 22.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ 2 പീസും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ക്രോച്ചിൻ്റെ പോർഷൻ മാത്രം 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ക്രോച്ചിൻ്റെ പോർഷൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിനെ ഇതുപോലെ ഓപ്പൺ ആക്കുക. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ താഴ്വശം മടക്കി തയ്ച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത് ബോഡി പീസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആം ഹോളിൻ്റെ പോർഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രോസ് പീസ് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ബാക്ക് പീസിൻ്റെ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇത് ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ വശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ താഴെ വശം ഞാനിവിടെ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 പീസും നമ്മൾ മുകൾ വശം സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും കൂടി തമ്മിൽ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാപ്പ് ചെയ്യണം. അപ്പോൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് 2 പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. വീതി എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ 2 പീസിനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് നമുക്ക് ഫ്രണ്ട് പീസിൽ, അതായത് ബോഡി പീസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പീസ് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ താഴെ വശത്തായിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു പീസ് ഇവിടെയും വെച്ച് കൊടുത്തിട്ട് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ബോഡിയുടെ മറ്റേ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2 ഉൾവശത്തേക്ക് മറിച്ചെടുത്തിട്ട് 2 സൈഡും കൂട്ടി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം പീസ് ഇതിലേക്ക് എങ്ങനെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. അപ്പം നമ്മുടെ ബോഡി പീസ് ആദ്യം ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ ബോട്ടം പീസ് ഇതുപോലെ തിരിച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കോർണേഴ്സ് തമ്മിൽ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം കംപ്ലീറ്റ് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജംപ് സ്യൂട്ട് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു നാട ഇട്ട് കൊടുക്കണം. അപ്പോൾ നാട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് എങ്ങനെ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നീളത്തിലുള്ള ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം 2 ഇഞ്ച് വരുന്ന വീതി വരുന്ന ഒരു പീസാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഈ ഒരു ലോങ് പീസ്, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ലോങ് പീസ് ആദ്യം അതിൻ്റെ വശം ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് അതുപോലെ മുകൾ വശം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ജംപ് സ്യൂട്ടിൻ്റെ ഏറ്റവും സെൻറ്ററിൽ ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഇത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് മറ്റേ സൈഡിലോട്ടേക്ക് വരുന്ന സമയത്ത് അവിടെയും ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് വേണം നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകൾ വശം ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നാട സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മുട്സൂചി വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മുടെ വേസ്റ്റിനനുസരിച്ചിട്ട് ഇവിടെ ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ജംപ് സ്യൂട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്